നന്നായിരുന്നു. ബ്രദറിന്റെ ഫസ്റ്റ് സിനിമയാണ്. കണ്ടവരെല്ലാം പറയുന്നുണ്ട് പുഷ്പേനേക്കാളും മുകളിൽ നിൽക്കുന്നൊരു സിനിമയാണ്. ചേച്ചി കണ്ടപ്പോൾ തോന്നി? എനിക്ക് നല്ല അഭിപ്രായം, എനിക്കിഷ്ടമായി. എൻ്റെ ബ്രദറിന്റെ ഫസ്റ്റ് മൂവി. അതായത് ഇതൊരു സച്ചേട്ടന് വേണ്ടിയുള്ളൊരു ഡെഡിക്കേഷൻ. സച്ചേട്ടൻ ആഗ്രഹിച്ച ഒരു സിനിമ ഇത്ര നന്നായിട്ട് കൊടുക്കാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ജയൻഭായുടെ 4 വർഷത്തെ അപ്സ് ആൻഡ് ഡൗൺസ് ഞാൻ കണ്ടതാണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടി ഇത് എല്ലാവരും കൂടെ ഒറ്റ ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. പടം ഇത്ര റിസീവ് ആയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങൾ പറയണം, എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഗോ ആൻഡ് വാച്ച് ഇറ്റ്. താങ്ക് യു. രാജുവേട്ടൻ എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. എല്ലാവരും നല്ല ആക്ടിംഗ് ആണ്. ഷമ്മി തിലകൻ എസ്പെഷ്യലി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. പുഷ്പയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? കാരണം രണ്ടിനും പ്രമേയം രണ്ട് പ്രമേയമല്ലേ, ടോട്ടലി ഡിഫറെൻറ്റ് മൂവീസ്. ഇത് കുറെ കൂടെ പേഴ്സണൽ ആൻഡ് ഇൻറ്റിമേറ്റ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഡെഫിനറ്റ്ലി മച്ച് ബെറ്റർ ആക്ച്വലി. തിലകൻ ചേട്ടൻ്റെ എന്തെങ്കിലും റെഫറൻസ്? എന്തോ ഇല്ല, അങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. ബട്ട് ദ ആക്ടിങ് ഈസ് വെരി ഗുഡ്. ഡെഫിനറ്റ്ലി വർത്ത് വാച്ച്. നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. എല്ലാവരും പെർഫോമൻസും മ്യൂസിക്കും സിനിമാറ്റോഗ്രാഫി എല്ലാം നല്ലതായിരുന്നു. പുഷ്പയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. കാരണം രണ്ടിനും പ്രമേയം ചന്ദനക്കടത്ത് പോലുള്ള കാര്യം. പുഷ്പനേക്കാൾ ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഇറ്റ് ഹാസ് മോർ സോൾ ടു ഇറ്റ്. താങ്ക് യു. ചോദിച്ചോ. എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? നല്ല മൂവിയാണ്, അടിപൊളിയാണ്, കാണാൻ പറ്റിയ മൂവിയാണ്. പുഷ്പയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. ഇല്ല, കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. വേറെയാണ്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരു ഫാമിലി മൂവിയാണോ? ഫാമിലിക്കും വാച്ച് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. ഫാമിലി കോൺസെപ്റ്റ്സും ഉണ്ട്, ഇമോഷൻസും ഉണ്ട്, റൊമാൻസും ഉണ്ട്, അടിയും ഉണ്ട്, മാസം ഉണ്ട്, എല്ലാം ഉണ്ട്. ആക്ഷൻ ആണല്ലോ കൂടിയാണ്, സൂപ്പറാണ്. രാജുവേട്ടൻ എങ്ങനെയുണ്ട് അതിനകത്ത്? പറയണ്ടല്ലോ, ആസ് യൂഷ്വൽ. തിലകൻ ചേട്ടൻ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ? നല്ല രീതിയിൽ നമുക്ക് തോന്നും. മ്യൂസിക് നല്ലതാണ്, ബാക്ക്ഗ്രൗണ്ട് നല്ലതാണ്, BGM അടിപൊളിയാണ്, നല്ല ഇഫക്ട്സ് ഉണ്ട്, നല്ല പടമാണ്. പുഷ്പയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. അല്ല അങ്ങനല്ല, ഇത് മൊത്തത്തിൽ എൻ്റെ വേറെ ഒരു ഫാമിലി മൂവിയാണ്. പുഷ്പയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? മലയാള സിനിമയിലെ പുഷ്പയേക്കാളും കൂടുതൽ നന്നായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി അതിനകത്ത് പുഷ്പയിൽ എന്താ പറയുക, ഒരു മാസ് എലമെൻ്റ് അല്ലേ. ഇതൊരു ക്ലാസും മാസും എല്ലാം ഉണ്ട്. നല്ലൊരു പടം, നല്ലൊരു സിനിമ. ഫാമിലിക്ക് പറ്റിയൊരു മൂവിയാണോ? തീർച്ചയായിട്ടും ഫാമിലിയുടെ പടമാണ് തീർച്ചയായിട്ടും. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ട് മ്യൂസിക് കലക്കി, നന്നായിട്ട് നല്ലൊരു പടം, ഒരു മസ്റ്റ് വാച്ച് ആണ്. പുഷ്പയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? കാരണം അതൊരു ചന്ദനക്കടത്താണ്. ഏറെക്കുറെ പുഷ്പേനെ പോലെയൊക്കെ തന്നെ, പക്ഷേ കുറച്ച് മാസാക്കാൻ നോക്കിയിട്ടുണ്ട്. എത്രത്തോളം ആയെന്നുള്ളത് കണ്ടറിയണം. രാജുവേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. കുഴപ്പമില്ല. സെറ്റ് ഭയങ്കര പുഷ്പയായിട്ട് വല്ലതും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള മൂവിയാണ്. അതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ പുഷ്പ ശരിക്കും കണ്ടിട്ടില്ല. പുഷ്പയേക്കാൾ മുകളിൽ നിന്ന് കണ്ടവരെല്ലാം പറഞ്ഞു. ചേച്ചിയുടെ അഭിപ്രായം? പുഷ്പ അങ്ങനെ ഒരു മൂവി ആയിട്ട് ഞാൻ പറഞ്ഞു, ഒറ്റ വാക്കിൽ പറഞ്ഞ ഗംഭീര മൂവി. പിന്നെ ഭയങ്കര റോ ആയിട്ടുള്ള ഇടി, പിന്നെ അതിനെക്കാട്ടൊക്കെ ഉപരി, എല്ലാത്തിലുപരി നല്ലൊരു കഥയുണ്ട്, നല്ലൊരു സ്റ്റോറിയുണ്ട്. എല്ലാതരം ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന മൂവിയാണ്. ഫസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്, എല്ലാവരും കാണണം, അടിപൊളിയായിട്ട്.